morning everyone and welcome to Anukuma's official YouTube channel. So ഇന്നത്തെ വീഡിയോയിൽ സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇന്ന് ഞാൻ ആദ്യമായിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ പോവുകയാണ്. എനിക്ക് അവനോട് ഉണ്ടാവുന്നത് എ ഡേ ഇൻ മൈ ലൈഫ് അറ്റ് തിരുവണ്ണാമലൈ. നമ്മൾ തിരുവണ്ണാമലയിലാണ് ഉള്ളത്. ഈ ഡ്രസ്സ് നിങ്ങൾക്ക് പരിചിതമായിരിക്കും. എൻ്റെ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ആക്ച്വലി ഇതൊരു ഫുൾ വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇന്നത്തെ വീഡിയോയിലാകുമ്പോഴത്തേക്കും രാത്രിയാകുമ്പോൾ നിങ്ങളെ കാണിക്കാൻ എനിക്കൊന്നുമില്ല. പകലാകുമ്പോൾ അത്യാവശ്യം കാണിക്കാനുണ്ടാവുമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് ഇന്ന് ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യണം. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഇവിടെ റൂമില്ല. അപ്പോൾ നമുക്ക് ഇന്നലെ ഒരു ദിവസത്തേക്കാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യണം, എന്നിട്ട് മറ്റേ റൂമിൽ പോകണം, എന്നിട്ട് അവിടുന്ന് നമുക്ക് തിരുവണ്ണാമലൈ ടെമ്പിളിലോട്ട് പോകണം. അങ്ങനെ ഒരുപാട് പരിപാടി ഇന്നുണ്ട്. എത്രത്തോളം ഇതൊക്കെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ ശ്രമിക്കും. അപ്പോൾ നമ്മളിപ്പോൾ സമയം 8:55. ഞാനൊരു സത്യം പറഞ്ഞാൽ 8:30 ഒക്കെ ആകുമ്പോഴാണ് എഴുതിയത്. പക്ഷെ രാവിലെ തന്നെ ഈ പിന്നെ ഭജനയും മ്യൂസിക്കും ഒക്കെ കേൾക്കായിരുന്നു. നന്നായിട്ട് ഉറങ്ങി, കാരണം ഇന്നലെ നല്ല ടയർഡായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഒന്ന് ഫ്രഷായി നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. 7:30 ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അയ്യോ, അതിന് മുമ്പ് നമ്മൾ ഡോർ ക്ലോസ് ചെയ്യണം. ചെയ്തു നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം. ഞാൻ കഴിക്കുന്നത് കാണിച്ച് കൊടുപ്പിക്കണ്ടെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഡിന്നർ നല്ലതായിരുന്നു, എന്നുവെച്ചാൽ ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് രക്ഷയില്ല. ഇങ്ങനത്തെ ഇങ്ങനെ ഉപ്മാവ് ഉണ്ടാക്കാമെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഞാനൊരു ഉപ്മാവ് ഉണ്ടാക്കുമ്പോൾ അപ്പം ഞാൻ എന്താ പറഞ്ഞു തന്നതെന്നറിയോ, മറന്നോട് പറയണ്ട. ഞാൻ പറഞ്ഞു തന്നതെന്ന് വെച്ചാൽ നമ്മൾ ബൈക്കിലാണല്ലോ വന്നത്. അപ്പോൾ നമുക്ക് ഒബ്വിയസ്ലി ഒരുപാട് ലഗേജസ് ക്യാരി ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ വിചാരിച്ചത് വന്നാൽ എന്തായാലും ഒരു ഹോട്ടലിലായിരിക്കും 2 ദിവസം സ്റ്റേ ചെയ്യുക. അപ്പോൾ ഒത്തിരി ഡ്രസ്സ് എടുക്കണ്ട. ഞാൻ ആകെ ഒരു 3 ഡ്രസ്സ് എടുത്തിട്ടുള്ളൂ. പക്ഷെ ഇതിങ്ങനെ ആവുന്ന പിന്നെ ഇങ്ങനെ ഒരു വൈബായിരിക്കും നിൽക്കുന്ന ഹോട്ടലിൽ നിന്നും എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഡ്രസ്സ് വളരെ കമ്മിയാണ് ഗൈസ്. സോ നിങ്ങൾ ഇനി കാണാൻ പോകുന്ന വീഡിയോ ഒക്കെ ഈ ഡ്രസ്സ് തന്നെ എനിക്ക് ഇവിടുന്ന് പോകുന്നത് വരെ. ഗൈസ്, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമുക്കിവിടെ റൂം അവൈലബിലിറ്റി ഇല്ല. നേരത്തെ പറഞ്ഞ പോലെ ഇന്നലെ ഒരു ദിവസം മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് 12-ന് നമ്മളിവിടെ നിന്ന് വെക്കേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ നേരെ ഇവിടെ അടുത്ത് ഒരു ഹോട്ടൽ, ഹിമാലയ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലുണ്ട്. നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മളെ ഗിയേഴ്സൊക്കെ ഇട്ടിട്ട്, സത്യം പറഞ്ഞാൽ നല്ല ചൂട്, പുറത്ത് അറിയാലോ തമിഴ്നാട് നല്ല ചൂടുള്ള ക്ലൈമറ്റ് ആണ്. പക്ഷേ നമുക്ക് വേറെ വഴിയില്ല, അങ്ങോട്ടേക്ക് പോകണം. എന്നിട്ട് അവിടെ എത്തിയിട്ട് ബാക്കി കാണിച്ചു തരാം. പക്ഷേ എനിക്ക് ഏറ്റവും വിഷമം, ഏത് ഹോട്ടലിലായാലും ഇനി എത്ര വലിയ 5 സ്റ്റാറും 7 സ്റ്റാർ ആണെങ്കിലും ഞാൻ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകും. എൻ്റെ ഒരു വീക്ക്നെസ് ആണത്. പക്ഷെ ഇവിടെ കാണിച്ചു കൊടുക്കും. ഞാൻ ഇന്നലെ കാണിച്ചതില്ലേ, എല്ലാ കുടത്തിലും ഈ കുപ്പിയിലൊക്കെ ആക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇതൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല, കാരണം ഇതിന് അടപ്പില്ല. കണ്ടില്ലേ, കംഫോർട്ടൊക്കെ കണ്ടോ, മോയ്സ്ചറൈസർ ഒന്നുമില്ല കൊണ്ടുപോകാൻ. അതിൻ്റെ ഒരു മനോവിഷമം എനിക്കുണ്ട് ഗൈസ്. പിന്നെ മാത്രമല്ല, കാറിലാണെങ്കിൽ ഇഷ്ടംപോലെ എന്തൊക്കെയോ കൊണ്ടുപോകാം. ബൈക്കിലായതുകൊണ്ട് നമുക്ക് അതിന് ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ കിട്ടുപാടൊക്കെ എടുത്തിട്ട് യാത്ര ചെയ്യാം. പോവാണ്. ഇന്നലെ ഞാനൊരു ചായ കൊടുത്തു. എൻ്റെ പൈസ അവിടെ കൊടുക്കാനുണ്ടാവും, സ്പെഷ്യൽ ചായ. എന്തിനാന്ന് എനിക്കറിഞ്ഞൂടാ. നമ്മളിതേ പോവാൻ പോവാണ്. ഇവിടുന്ന് ഓൾമോസ്റ്റ് 10 മിനിറ്റ്സേ ഉള്ളൂ നമ്മുടെ മറ്റേ ഹോട്ടലിലോട്ട്. അപ്പോൾ അവിടത്തേക്ക് പോകാൻ നല്ല വെയിലുണ്ട് ഗൈസ്, അതാണൊരു വിഷമം.
നമുക്ക് ബസ്സിലൊക്കെ ആൾ വന്നേക്കുന്നത് എങ്ങനെയാ റൂമിലാണ് ഉണ്ടാവുക. ഐഡിയ നമ്മളങ്ങനെ പുതിയ റൂമിലെത്തി. മറ്റേ റൂം കമ്പയർ ചെയ്യുമ്പോൾ ഒരു സ്ഥലത്ത് നിന്നിട്ട് വന്നാൽ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഭയങ്കര ഹൈടെക് വേണമെന്ന് ഭയങ്കര നിർബന്ധമുള്ള ഒരാളൊന്നല്ല കേട്ടോ. ഞാൻ എവിടെ പോയാലും അവിടെ ആയിട്ട് ഓക്കെ ആവുന്ന ഒരാളാണ്. പക്ഷെ അവിടുന്ന് നമുക്ക് എല്ലാവരും മനുഷ്യന്മാരല്ല, നമുക്ക് ഒരു നല്ല സ്ഥലത്ത് നിന്ന് കുറച്ച് കുറവുകളിലൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഭവമില്ല, അതുണ്ട്. അപ്പോൾ നമ്മൾ ലഗേജ് ഒക്കെ വെച്ചു. ഇതാണ് ബെഡ്. പിന്നെന്താ ഇവിടെ എന്തൊക്കെയുണ്ടാ, ഒബിയസ്ലി കെറ്റിലുണ്ട്, TV ഉണ്ട്, ഡ്രോവർ ഉണ്ട്. ഇതൊക്കെ എന്താ ഒന്നുമില്ല, എൻ്റെ ഉള്ളിൽ ഒന്നുമില്ല. ഒരു കുട്ടി സോഫ ഉണ്ട്. പിന്നെ നമുക്ക് വ്യൂ ഉണ്ട്. വ്യൂ ഒന്നുമില്ല, വലിയ പറമ്പുണ്ട്. ബൈ ദ വേ ഇവിടുന്ന് നമുക്ക് നടക്കാം കേട്ടോ. നല്ല ചൂടുണ്ടേ പുറത്ത്. നമുക്ക് അമ്പലത്തിലേക്ക് 2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. സോ നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ എന്താണേലും ഓട്ടോന് പോകാനാണ് തീരുമാനിച്ചേക്കുന്നത്. കാരണം ഈസിയാണ്. കാരണം പാർക്കിംഗ് ഒന്നും നമുക്ക് ഹെക്റ്റിക്ക്, അമ്പലത്തിൽ പോകുമ്പോൾ നമ്മൾ സമാധാനത്തിൽ പോകണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇത് കണ്ടോ, ഈ ഡോറിന് ഫുള്ള് വലിയ ഞാൻ കാണിച്ചു. എന്തായാലും വൈകിട്ട് ശിവന്റെ ക്ഷേത്രത്തിലേക്കാണല്ലോ പോണേ. അപ്പോൾ നോൺ വെജ് കഴിക്കണില്ല ഇപ്പോൾ. പക്ഷെ നല്ല മണം, പൊരിച്ച കോയിന്റെ മണം. ഗൈസ് കുറച്ച് സമയം റെസ്റ്റ് എടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, ഫുഡ് കഴിക്കാൻ പോവാണ്. ഇത്രയും ദൂരം വന്നിട്ട് പറയാൻ പാടില്ല, പറ്റാത്ത സ്ഥലത്തൊക്കെ ഭയങ്കര വേദന. സോ നമ്മൾ മഹാരാജ മീൽ ഓർഡർ ചെയ്തു. അപ്പോൾ അതിൽ വരുന്നതാണ് എൻ്റെ ഫസ്റ്റ് സൂപ്പ്, പിന്നെ മീൽസ്. ഇത് വെറുതെ നാളെ ഒന്നുമില്ല, വാട്ടർമെലൻ ജ്യൂസാണ്. ഫ്രീസാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. പൊടി വീട്ടിലൊക്കെ കൂടെ കഴിക്കണം, നെയ്യൊക്കെ വെച്ച് കഴിക്കുന്ന അടിപൊളിയാണ്. ഞാൻ ഇത് വീട്ടിലുണ്ടാക്കാൻ നോക്കിയിട്ട് ഫ്ലോപ്പായി ഒഴിഞ്ഞ് 4 കണ്ടിരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവരെ ഹോട്ടൽ പോകാൻ കഴിക്കല്. അപ്പോൾ നമുക്ക് സൂപ്പും കുടിക്കുമ്പോഴേക്കും നമ്മുടെ മീൽസ് വരും, മഹാരാജ മീൽസ് അത് കഴിക്കാം. എന്നിട്ട് രാത്രി നമുക്ക് നമ്മൾ കഴിക്കാൻ നോക്കാം. ഇതൊക്കെ കഴിച്ചിട്ട് രാവിലെ നമ്മൾ കിട്ടുമ്പോൾ തിരിച്ചു പോകും. മഹാരാജ മീൽ ഇത് വെച്ച് എൻ്റെ മുഖം പോലും കാണുന്നുണ്ടോ, അപ്പോൾ വലിയൊരു പൊപ്പ്. ഇപ്പോൾ വലിയൊരു പായസം അതേപോലെ ഇത് രസം, പായസം പായസം എന്നിട്ടാണ് അണിഞ്ഞൊരുങ്ങി. നമ്മൾ അണിഞ്ഞൊരുങ്ങാനൊന്നുമില്ല. ഞാൻ ആകെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഞാൻ ഡ്രസ്സ് ഭയങ്കര കുറച്ചാണ് കൊണ്ടുവന്നേ. അപ്പം ഞാൻ ആകെ കൊണ്ടുവന്നതിൽ 3 ഡ്രസ്സ്, അതിൽ 1 ഈ സാരിയാണ്. അപ്പം സത്യം പറയല്ലോ
ഒരു കമ്മലെടുത്തിട്ടില്ല, ഒരു പൊട്ടെടുത്തിട്ടില്ല, ഒന്നുമില്ല. അപ്പോൾ സാരി മാത്രം ഇട്ട് നമ്മൾ ഒരു ലിപ്സ്റ്റിക് ഇട്ട് കണ്ണു എഴുതിയിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. ആൻഡ് ബൈ ദ വേ അതിനിടയിൽ ചെറിയൊരു പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സ്പർശയിൽ നിന്ന സമയത്ത് നമ്മുടെ മൈക്കിൻ്റെ ഒരു ബോക്സ്, വയറും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ബോക്സ് ഉണ്ടായിരുന്നു. അത് നമ്മളവിടെ വെച്ച് മറന്നിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷെ അവർ വിളിച്ചു, അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണെന്നറിയോ, ഇപ്പോൾ റെഡിയായി. അപ്പോൾ നമ്മൾ നേരെ ഓട്ടോയിലാണ് നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്നത്. അമ്പലം ഇവിടെ അടുത്താണ്, 2 കിലോമീറ്ററോ മറ്റോ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം സ്പർശയിൽ പോയി അവിടുന്ന് ആ സാധനം എടുത്ത് വന്നിട്ട് നേരെ അമ്പലത്തിലേക്ക് പോവുകയാണ് ചെയ്യാൻ. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. ഓക്കെ, അപ്പം നമുക്ക് ലേറ്റ് ആക്കണ്ട, പെട്ടെന്ന് ഇറങ്ങാം. ഇത് ഇവിടെ നല്ല ചൂടാട്ടോ. അപ്പോൾ ഞാൻ തൽക്കാലം ഒരു സൺസ്ക്രീനൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് സാരിയൊക്കെ ഉടുത്തതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇങ്ങനെ ഇട്ടിട്ട് ഇറങ്ങാം. പോവാം. നല്ല ചൂടുണ്ട്. മുടിയൊക്കെ മുൻസമയം കണ്ട് കിട്ടാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. നല്ല ചൂടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ സൺസ്ക്രീൻ വാരി പൊട്ടിയത് കണ്ടിട്ട് ഇങ്ങനെ വൈറ്റ് വാഷ് അടിച്ച പോലെ ഉണ്ട്. പക്ഷെ കാര്യമില്ല, നല്ല വെയിലുണ്ട്. അപ്പോൾ നമുക്ക് അകത്തേക്ക് കിടക്കണ്ട. ക്ലോക്ക് റൂം ഇവിടെ ചെരുപ്പ് വെക്കാം നമുക്ക്. സത്യം പറഞ്ഞാൽ എങ്ങോട്ട് പോകുന്ന എനിക്ക് അറിയില്ല. ഇങ്ങോട്ട് അടുത്തതാണ്. അപ്പോൾ ഞാൻ കുറച്ച് റീൽസും കുറച്ച് ഫോട്ടോസൊക്കെ വോയിസിന് എടുക്കുകയായിരുന്നു. നല്ല തിരക്ക് കൂടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി തൊഴുത്ത് ഇറങ്ങിയല്ലോ. ഇപ്പോൾ ഒന്ന് വെയിലൊക്കെ ഒന്ന് കുറഞ്ഞു വരുന്നതേ ഉള്ളൂ. കുറേ കുട്ടീസ് അതിൻ്റെ കാണിച്ചത് என்ன சொன்ன ஏதாவது நீ சொல்லலையா? என்ன ഇന്ദുജ കുറച്ച് കുട്ടീസിനൊക്കെ കണ്ടു. പിന്നെ ആക്ച്വലി ക്യാമറയിൽ കവർ ചെയ്യാൻ പറ്റണില്ല. 4 സൈഡിലും ഇതുപോലെ കവാടങ്ങളുണ്ട്. എനിക്ക് അതിനൊക്കെ ക്യാമറ ടെക്നിക്സ് അധികം അറിയാത്തതുകൊണ്ടാണോ, നമ്മൾ പ്രൊഫഷണൽസ് ആണോ അല്ലാത്തതുകൊണ്ടാണോ എന്നറിയില്ല. പക്ഷെ അടിപൊളി വൈബ്. സൺഡേ ആവുന്നതോറും വൈബ് അടിപൊളി ആയിക്കൊണ്ടിരിക്കുകയാണ്. ചൂടിന് മാത്രം ഒരു ശമനമില്ല സുഹൃത്തുക്കളെ. അപ്പോൾ ആ മല കണ്ടോ നമുക്ക്? അതിന് താഴെ കവാടോ മല ഇങ്ങനെ ചിത്രം വരച്ച പോലെ ഇല്ലേ കാണുമ്പോൾ? അങ്ങനെ കളഞ്ഞിട്ട് പോയി മാറിക്കാം, ഇങ്ങോട്ട് മാറി അമ്പലമായി പോയി. ഇത് ഞാൻ കാണിച്ചിടാവേ. ഇവിടുത്തെ എൻട്രൻസ് ഇപ്പം നിങ്ങൾ എവിടെയാണെന്ന് വിചാരിക്കും, കാണിച്ചിടാം. കൊള്ളാം. പക്ഷെ ഇതല്ല ഞാൻ ബട്ടർ നാൻ്റെ കൂടെ കഴിക്കാൻ ഫ്രൈഡ് പനീർ ഓർഡർ ചെയ്ത്. ഇതെല്ലാം ഉദ്ദേശിച്ചത്. പക്ഷെ സാധനം കൊള്ളാട്ടോ. സത്യം പറയല്ല, ഉച്ചക്കത്തെ ഫുഡിനെക്കാട്ടും കൊള്ളാം ഈ സാധനം. കഴിച്ചു നോക്കാം. അപ്പം ഞാൻ ബട്ടർ നാൻ വെറുതെ അല്ല,
ഞാൻ ഫുഡ് ഓർഡർ ചെയ്തിട്ട് 1 മണിക്കൂർ. ഇത് ഞാൻ ബട്ടർ നാൻ കഴിക്കാൻ വാങ്ങിച്ചതാണ്. പക്ഷേ ബട്ടർ നാൻ വരുന്നതിന് മുമ്പ് ഇത് തീർന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒരു ഗോബി മഞ്ചൂരിയൻ കൂടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ എൻ്റെ സാലഡ് വന്നു. നോക്ക്, സാലഡ് ഗുഡ് മോർണിംഗ് ഗൈസ്. ഗുഡ് മോർണിംഗ് ഫ്രം സംവെയർ ഇൻ തിരുവണ്ണാമല. എവിടെയാണെന്നൊന്നും അറിയില്ല. തിരിച്ച് നാട്ടിലേക്ക് പോകുന്ന വഴിയാണ്. പക്ഷേ റോഡില്ല. അപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞ റോഡെന്ന് വെച്ചാൽ റോഡില്ല. ആക്ച്വലി റോഡില്ല. അയ്യോ, ഈ ചേട്ടാ എനിക്ക് ഫ്രീ ആയിട്ട് കോപ്പി ചേട്ടൻ കേട്ടോ, പാവം. ஒன்று தருது இந்த இப்படி நான் பறஞ்சால் கேட்கணும். ரெண்டு பேரும் ഫാമിലി എല്ലാവർക്കും അഭിമാനം. நமக்கெல்லாம் அவ்வளோலாம் பணி கொண்டா எத்தனை சவால் தெரியுமா நமக்கு. நல்ல பையன். எங்கேருந்து வருது? இந்த திருவண்ணாமலை. திருவண்ணாமலை போயிருக்கு. இங்கே ரோடே கிடையாது. ரோடெல்லாம் ரிப்பேரு, எல்லாம் வேலையாகுது. 4 ரோடு അങ്ങോട്ട് இன்னும் ஒரு 10 கிலோமீட்டர் போனால் தான் அங்கே நல்லா இருக்கும். இதுக்கு எல்லாம் டேமேஜ் தான். எல்லாம் பிரிட்ஜ் ஆகுது. கொஞ்சம் மெதுவாக போங்க. സന്തോഷകരമായ കാഴ്ച എന്താണെന്ന് വെച്ചാൽ ഇനിയൊരു 10 കിലോമീറ്റർ ഇതുപോലെ പൊട്ടിപ്പൊളിഞ്ഞ റോഡാണ്. അതെങ്ങനെയുണ്ട്? ഫിഷ് ആൻഡ് ചിപ്സ് 3 മണിയാകുമ്പോൾ നമ്മൾ കൊച്ചിനെത്തും. അത്രേ ഉള്ളൂ. ഞാൻ ചാച്ചാൻ പോവാണ്. അപ്പോൾ എല്ലാവരും വ്ളോഗ് മുഴുവനായിട്ട് കണ്ടു എന്ന് ഞാൻ വിചാരിക്കണു. സോ എന്ത് ചെയ്യണം? എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഒക്കെ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. സോ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.